എല്ലാ കുട്ടികൾക്കും വേദാസിന്റെ ഫിസിക്സ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് റെഫറൻസ് ഒബ്ജക്റ്റ് അഥവാ അവലംബക വസ്തു എന്താണ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ഒബ്ജക്റ്റ് എന്താണ് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ മോഷൻ എന്ന ചാപ്റ്ററിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സബ്ജക്റ്റ് പ്രത്യേകിച്ച് ഈ പോർഷൻ ഒരിക്കലും കാണാതെ പഠിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കി വേണം ഈ സബ്ജക്റ്റ് ഈ പോർഷൻ മുന്നോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ആയിരിക്കും എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബോർഡിൽ ഒരു ചിത്രീകരണം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ചിത്രീകരണം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇത് എ എന്ന് ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ വീടാണ്. സി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് എന്തിനു പറ്റത്തില്ല, നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലൊന്നും പോകാനൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ വീട് നിങ്ങളുടെ വീട്ടിൽ നിന്നും നേരെ നോക്കുമ്പോൾ 150 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ പറ്റും. എ തൊട്ട് സി വരെ 150 മീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നീളം അളക്കുന്ന അല്ലെങ്കിൽ ദൂരം അളക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? SI യൂണിറ്റ് ഏതാണ്? നീളം അളക്കുന്ന അന്താരാഷ്ട്ര യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ 150 മീറ്റർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. നിങ്ങൾ നേരെ നോക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഈ കൊറോണയൊക്കെ മാറിയിട്ട് സന്തോഷത്തോടെ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നേരെ കൂട്ടുകാരന്റെ വീട്ടിലോട്ടല്ല പോകുന്നത്. നിങ്ങളടുത്ത് നിങ്ങളുടെ അമ്മ പറഞ്ഞു വഴിയിൽ 2 കവർ പാല് മേടിച്ചുകൊണ്ട് വരാൻ പറയാം. അപ്പൊ കടയാണ് നമ്മളിവിടെ ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആദ്യം എയിൽ നിന്നും ബിയിലേക്ക്, അതായത് കടയിലേക്ക് പോകണം. എന്നിട്ട് ബിയിൽ നിന്ന് സിയിലേക്ക് പോകണം. ബിയിൽ നിന്ന് സിയിലേക്ക് പോകണം. സിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സിയിലാണ് നിങ്ങളുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ വീട്. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് വീട്ടിലേക്ക് വരണം. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. ഓക്കെ. അപ്പൊ നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ ആകെ എത്ര നീളം സഞ്ചരിച്ചു? നമ്മൾ നീളം എന്ന് പറയാറുണ്ടോ? നമ്മൾ സഞ്ചരിച്ചതിനെ നീളം എന്നതിനുപരിയായിട്ട് നമ്മൾ പറയുന്നത് ദൂരം അഥവാ ഡിസ്റ്റൻസ്. എന്താണ് ദൂരം അഥവാ ഡിസ്റ്റൻസ്? ദൂരം. അപ്പോ എത്ര ദൂരം നിങ്ങൾ സഞ്ചരിച്ച് കാണും? അപ്പൊ എങ്ങനെ നിങ്ങൾ ആ ദൂരം കണ്ടുപിടിക്കും? നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം എങ്ങോട്ട് പോയി? ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്നും കടയിലേക്ക് പോയി. അപ്പൊ അവിടെ എത്ര ദൂരം ഉണ്ടായിരുന്നു? സഞ്ചരിച്ചു. അവിടെ നിങ്ങൾ സഞ്ചരിച്ചു. നിങ്ങൾ നോക്കുമ്പോൾ അറിയാം എത്ര മീറ്റർ ഉണ്ടായിരുന്നു? 100 മീറ്റർ. അപ്പൊ എത്ര മീറ്റർ സഞ്ചരിച്ചു? 100 മീറ്റർ. രണ്ടാമത് നിങ്ങൾ എന്ത് ചെയ്തു? ബിയിൽ നിന്നും സിയിലേക്ക്, അതായത് നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക്. എവിടെ നിന്ന്? കടയിൽ നിന്ന് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ എത്ര മീറ്റർ സഞ്ചരിച്ചു? അപ്പോഴും 100 മീറ്റർ സഞ്ചരിച്ചു. ഇല്ലേ? അപ്പോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? നമ്മൾ സഞ്ചരിക്കുന്ന എത്ര മീറ്റർ സഞ്ചരിച്ചോ ഒരു പാതയുടെ നീളമാണ് നമുക്ക് എന്ന് പറയാൻ സിമ്പിൾ ആയിട്ട് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളം. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ സിയിൽ നിന്നും എ വരെ എത്ര മീറ്റർ സഞ്ചരിച്ചു? 150 മീറ്റർ സഞ്ചരിച്ചു. 150 മീറ്റർ സഞ്ചരിച്ചു. ഇപ്പൊ സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് എന്താണ്? നമ്മൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? സിമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ എങ്ങനെ ആകെ ദൂരം എങ്ങനെ കണക്കാക്കും? ഇവിടെ എ തൊട്ട് ബി വരെ ഉള്ളത് AB പ്ലസ് ബി തൊട്ട് സി വരെ ഉള്ളത് BC പ്ലസ് സി തൊട്ട് എ വരെ ഉള്ളത് CA. അപ്പൊ ഈ 3 ദൂരങ്ങളും കൂട്ടുമ്പോൾ നമ്മൾ സഞ്ചരിച്ച പാതയുടെ ആകെ നീളം അഥവാ ആകെ ദൂരം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അപ്പൊ എത്ര കിട്ടും? 100 അധികം 150. അപ്പൊ എത്ര കിട്ടും? 200 350 മീറ്റർ. നിങ്ങൾ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? 350 മീറ്റർ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? പ്രഥമ ലക്ഷ്യം എന്തായിരുന്നു? നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോകണം. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ നിങ്ങൾ കടയിലേക്ക് പോയി. നിങ്ങൾ നേരിട്ട് കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരുന്നെങ്കിൽ, അഥവാ നിങ്ങളുടെ വീടും നിങ്ങളുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീടും തമ്മിൽ ഒരു ദൂരമില്ലേ? ഒരു നേർരേഖാ ദൂരമില്ലേ? അവിടെ വളവും തിരിവൊന്നുമില്ല. അവിടെ എത്ര ഉണ്ട്? ആ ദൂരം എന്ന് പറയുന്നത് 150 മീറ്റർ ആണ്, അല്ലേ?
സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാകത്തില്ലേ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ കറങ്ങിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടി വന്നത്. നിങ്ങൾ നേരെ സഞ്ചരിക്കുകയാണ്, ഏത് തൊട്ട് സി വരെ നേരേഖയെ സഞ്ചരിക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് എത്ര മീറ്റർ സഞ്ചരിച്ചാൽ മതിയായിരുന്നു? 150 മീറ്റർ സഞ്ചരിച്ചാൽ മതിയായിരുന്നു. ഇവിടെ ഇപ്പൊ എത്ര മീറ്റർ സഞ്ചരിച്ചു? 350 മീറ്റർ സഞ്ചരിച്ചു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ കൂട്ടുകാരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട്ടിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ സഞ്ചരിക്കാൻ പറ്റിയ വഴി ഏതാണ്? ആ നേർരേഖയാണ് അല്ലെ? സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നു എന്ന് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാം, നമുക്ക് ദൂരം എന്തെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് മനസ്സിലായിരുന്നു. ദൂരം എന്താണ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ സഞ്ചരിച്ച പാതയുടെ ആകെ നീളത്തിനെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ദൂരത്തിന് അനുബന്ധിച്ച് അല്ലെങ്കിൽ ദൂരം പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു സംഭവം പഠിക്കും. അതാണ് എന്താ? ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം. അപ്പൊ എന്താണ് സ്ഥാനാന്തരം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സ്ഥാനാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്റെ വീട്ടിലേക്ക് എത്തി, അതായത് എ തൊട്ട് സി വരെ സഞ്ചരിച്ചു. എങ്ങനെ? ഈ ഒരു പാതയിൽ തിരിച്ചെത്തിയില്ല, എ തൊട്ട് സി വരെ സഞ്ചരിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ എത്ര ദൂരം സഞ്ചരിച്ച് കാണും നോക്കാം. നമുക്ക് എ തൊട്ട് സി വരെ സഞ്ചരിച്ച ആ ഒരു പാത കണക്കാക്കി നോക്കാം. അപ്പൊ എ ടു സി വരെ എത്ര ദൂരമുണ്ട്? ദൂരമാണ് നോക്കുന്നത്. ദൂരം എന്ന് പറയുന്നത് എന്താണ്? സഞ്ചരിച്ച പാതയുടെ ആകെ നീളം. അപ്പൊ എ ബി പ്ലസ് എന്താണ്? ബി സി. എത്ര? 100 പ്ലസ് 100 എത്ര? 200. 200 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ സ്ഥാനാന്തരം എത്രയെന്ന് പരിശോധിക്കുക. സ്ഥാനാന്തരം എന്താണ്? എ. ആദ്യസ്ഥാനം ഏതാണ്? എ. അപ്പോ അന്ത്യസ്ഥാനം സി. അപ്പോ ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഡിസ്പ്ലേസ്മെന്റ് അഥവാ സ്ഥാനാന്തരം എന്ന് പറയുക. അപ്പൊ ഇവിടുത്തെ സ്ഥാനാന്തരം എത്രയാണ്? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എത്ര? 150 മീറ്റർ. അപ്പൊ സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എത്ര കിട്ടി? 150 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ സഞ്ചരിച്ച പാതയുടെ നീളം അഥവാ ദൂരം ഇവിടെ എന്താണ്? സ്ഥാനാന്തരത്തെക്കാൾ കൂടുതലാണെന്ന് കിട്ടി. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മള് നേർരേഖ തന്നെയാണ് സഞ്ചരിച്ചത് എങ്കിൽ എവിടെ എന്ത് തുല്യമാകും? സ്ഥാനാന്തരവും ദൂരവും തുല്യമാകും. ഇപ്പോൾ എന്താണ് പ്രശ്നം? ഇപ്പോൾ ദൂരം കൂടുതലാണ്, സ്ഥാനാന്തരം കുറവാണ്. അപ്പൊ ഏറ്റവും ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്കുള്ള നേർരേഖാ ദൂരം, ഏറ്റവും ലഘുവായിട്ടുള്ള നീളം കുറഞ്ഞ ദൂരത്തെയാണ് നമ്മൾ എന്ന് പറയുക? സ്ഥാനാന്തരം എന്ന് പറയുക. ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സഞ്ചരിച്ച പാതയുടെ ദിശ ഇവിടെ നമ്മളെ സ്വാധീനിക്കുമോ? ഞാനിപ്പോ ഇവിടെ വരെ പോയിട്ട് തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തിരിച്ച് എങ്ങോട്ട് വരികയാണ്? നമ്മുടെ വീട്ടിലേക്ക് വരിക. നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോയി സദ്യ കഴിച്ചിട്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ വീട്ടിലേക്ക് എത്തിയപ്പോൾ നമ്മൾ സഞ്ചരിച്ച ആകെ ദൂരം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് എത്ര കിട്ടി? 250 മീറ്റർ എന്ന് കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സ്ഥാനാന്തരം എത്രയാണ്? ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ഥാനാന്തരം എത്രയാണ്? സ്ഥാനാന്തരം എന്താണ്? ഇനിഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റും തമ്മിലുള്ള സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ ഇനിഷ്യൽ പോയിന്റ് ഏതാണ്? എ. നിങ്ങളിപ്പോൾ യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? എ എന്നാണ്. നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾ എയിലെത്തി. അപ്പോ എയിൽ നിന്നും എ വരെ ഒരു പോയിന്റിൽ നിന്നും ആ പോയിന്റിലേക്ക് വല്ല ദൂരം ഉണ്ടോ? ഉണ്ട്. എത്രയാണ്? 0. എത്ര? ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിച്ച പോയിന്റിൽ തന്നെ തിരിച്ചെത്തുകയാണ് എങ്കിൽ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 മീറ്റർ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ പോയ ഡയറക്ഷൻ നമ്മുടെ എന്തിനെ സ്വാധീനിക്കും? നമ്മുടെ സ്ഥാനാന്തരത്തിനെ സ്വാധീനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ ഡയറക്ഷൻ ഇതായിരുന്നപ്പോൾ നമ്മുടെ എന്താണ്? ഡയറക്ഷൻ മാറിയപ്പോൾ എന്തിനുള്ള വാല്യൂ കൂടി? ദൂരത്തിന്റെ വാല്യൂ കൂടി. ഓക്കെ, അപ്പോ ദൂരത്തിന് ഏത് ദിശ എന്നുള്ളത് പ്രാധാന്യമുള്ള ഒരു കാര്യമാണോ? ദൂരം നമ്മൾ എങ്ങനെ സഞ്ചരിച്ചാലും നമ്മൾ കറങ്ങി ഇവിടെ വന്നിട്ട് തിരിച്ചു പോയാലും നമ്മുടെ ആ പാതയുടെ നീളം മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. എന്നാൽ സ്ഥാനാന്തരത്തിന്റെ കേസ് അങ്ങനെയാണോ? സ്ഥാനാന്തരത്തിന്റെ കേസ് അങ്ങനെയല്ല. സ്ഥാനാന്തരത്തിന്റെ കേസ് എങ്ങനെയാണ്? അത് ആദ്യസ്ഥാനവും അന്ത്യസ്ഥാനവും വരെയുള്ള നേർരേഖ ദൂരമാണ്. അവിടെ എന്ത് സ്വാധീനിക്കും? ആ വസ്തു എങ്ങോട്ട് സഞ്ചരിക്കുന്നു, ആ വസ്തുവിന്റെ ദിശ, ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് സ്വാധീനിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ദിശ എങ്ങനെ സ്ഥാനാന്തരത്തെ സ്വാധീനിക്കുന്നു നമുക്ക് ഒന്നുകൂടെ പരിശോധിക്കാം. ഇവിടെ എ മുതൽ ബി വരെ ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ദൂരമുണ്ട്, 20 മീറ്റർ ആണ്. അപ്പോൾ വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുകയാണ്.
അപ്പോൾ വസ്തു എയിൽ നിന്ന് ബി വരെ പോയിട്ട് എന്ത് ചെയ്തു, ബിയിൽ നിന്ന് എയിലേക്ക് വന്നു, തിരിച്ചെത്തിയപ്പോൾ നമുക്ക് ദൂരം എവിടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അങ്ങോട്ട് 20 മീറ്റർ, ഇങ്ങോട്ട് 20 മീറ്റർ. അപ്പോൾ എത്ര? ആകെ 40 മീറ്റർ ദൂരം സഞ്ചരിച്ചു. എന്നാൽ ഇവിടെ സ്ഥാനാന്തരത്തിന്റെ ദിശ എന്താണ്? നമ്മൾ അങ്ങോട്ട് പോയ ദിശയല്ല, ഇങ്ങോട്ട് നമ്മൾ എന്തായി? ദിശ മാറി, ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടായി. അപ്പൊ ആ ദിശയുടെ വ്യതിയാനം ആരുടെ അളവിനെ സ്വാധീനിച്ചു? സ്ഥാനാന്തരത്തിന്റെ അളവിനെ സ്വാധീനിച്ചു. ഇപ്പോ എത്രയാണ് സ്ഥാനാന്തരം? 0 മീറ്റർ. അപ്പൊ ദിശയ്ക്ക് ആരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആരുടെ പരിമാണത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു? പരിമാണം എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്നാണ് അർത്ഥം. അപ്പൊ അളവ് എത്രയാണ്? അളവിന്റെ മൂല്യത്തെയാണ് നമ്മൾ പരിമാണം എന്ന് പറയുന്നത്. അപ്പൊ ആരുടെ? സ്ഥാനാന്തരത്തിന്റെ പരിമാണത്തെ സ്വാധീനിക്കാൻ നമ്മൾ സഞ്ചരിച്ച ദിശയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ആർക്ക് കഴിഞ്ഞില്ല? ദൂരത്തിനെ സ്വാധീനിക്കാൻ, ദൂരത്തിന്റെ പരിമാണത്തെ സ്വാധീനിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മൾ സഞ്ചരിച്ച ദിശയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ ദിശയെ സ്വാധീനിക്കുന്ന അനുസരിച്ച്, അല്ലെങ്കിൽ ദിശയുടെ സ്വാധീനം, ഡയറക്ഷന്റെ ഡിപ്പെൻഡൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് എന്ത് ചെയ്യാം? രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തത് സദിശ അളവുകൾ അഥവാ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. എന്താണ്? ഒന്നാമത്തത് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഒന്നാമത്തത് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തത് അദിശ അളവുകൾ അല്ലെങ്കിൽ എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ ഈ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ +1 +2 അതിന് മുന്നിലേക്ക് പോകുമ്പോൾ വളരെ വിശാലമായിട്ട് അല്ലെങ്കിൽ വളരെ ഡെപ്ത് ആയിട്ട്, വളരെ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഈ വെക്റ്റർ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. അപ്പൊ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് അഥവാ സദിശ അളവുകൾ എന്ന് ചോദിച്ചാൽ എന്താണ്? പരിമാണത്തോടൊപ്പം ദിശയും പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളെ നമുക്ക് സദിശ അളവുകൾ എന്ന് പറയാം. അഥവാ എന്താണ്? സദിശ അളവുകൾക്ക് അല്ലെങ്കിൽ സദിശ അളവുകളുടെ പരിമാണത്തെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും? വസ്തു സഞ്ചരിക്കുന്ന ദിശയ്ക്ക് കഴിയും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്ഥാനാന്തരം ഒരു സദിശ അളവാണോ? അതെ. കാര്യം എന്താണ്? സ്ഥാനാന്തരത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ സ്ഥാനാന്തരത്തിന്റെ മാഗ്നിറ്റ്യൂഡിനെ, അതിന്റെ പരിമാണത്തെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും? അത് സഞ്ചരിക്കുന്ന വസ്തു അല്ലെങ്കിൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന ഡയറക്ഷന് അല്ലെങ്കിൽ ആ ദിശയ്ക്ക് കഴിയും. എന്നാൽ നേരെ മറിച്ച് അദിശ അളവുകൾ നോക്കുക. അദിശ അളവുകൾ എന്താണ്? നേരെ ഓപ്പോസിറ്റ്. എന്താണ്? ദിശയ്ക്ക് പ്രാധാന്യമില്ലാത്ത, എന്നാൽ പരിമാണത്തോടൊപ്പം ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത അളവുകൾ, മാഗ്നിറ്റ്യൂഡ് മാത്രം അവിടെ നോക്കിയാൽ അവിടെ ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അളവുകളാണ് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് അഥവാ അദിശ അളവുകൾ. അപ്പൊ അദിശ അളവുകൾക്ക് ഉദാഹരണം ആരാണ്? സ്ഥാനാന്തരമല്ല, ആരാണ്? ദൂരം. അപ്പൊ ഡിസ്റ്റൻസ് എന്തളവാണ്? ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയും എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് സ്ഥാനാന്തരം, എന്താണ് ദൂരം, എന്താണ് സ്കെയിലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നുള്ളതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എന്താണ് ദൂരം? ദൂരം എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു സഞ്ചരിച്ച പാത്ത്, ആ ഒരു പാതയുടെ നീളം, ആകെ നീളത്തിന് നമുക്ക് ദൂരം എന്ന് പറയാം. അപ്പൊ ദൂരം അളക്കുന്ന യൂണിറ്റ് എന്താണ്? ദൂരം അളക്കുന്നത് നമ്മൾ നീളം അളക്കുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയ മീറ്റർ കൊണ്ടാണ് അളക്കുന്നത്. എന്നാൽ സ്ഥാനാന്തരം എന്താണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആദ്യസ്ഥാനം മുതൽ അന്ത്യസ്ഥാനം വരെയുള്ള നേർരേഖ ദൂരം. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ തന്നെയാണ്. പക്ഷെ അത് എന്താണ് പ്രത്യേകത? എന്താണ്? സ്ഥാനാന്തരം എന്ന് പറയുന്നത് ഒരു സദിശ അളവും ദൂരം എന്ന് പറയുന്നത് ഒരു അദിശ അളവ് അഥവാ സ്കെയിലാർ ക്വാണ്ടിറ്റിയുമാണ്. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് ഏത് ക്വാണ്ടിറ്റിയാണ്? ഡിസ്റ്റൻസ് സ്കെയിലാറും ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി കുറച്ചധികം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ് ചർച്ച ചെയ്യും. അപ്പൊ അവ വെക്റ്റർ ആണോ സ്കെയിലാർ ആണോ എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ അപ്പോൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു കണക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കും. അപ്പോൾ ഈ ചോദ്യം നിങ്ങളുടെ ബുക്കിലേക്ക് പകർത്തി എഴുതി കംപ്ലീറ്റ് ആക്കി ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. ഞാനത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നിങ്ങൾക്ക് ഇവിടെ ഒരു ചിത്രം കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത പോലുള്ള ചിത്രം. ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടുപിടിക്കാവുന്നതാണ്, വസ്തു എയിൽ നിന്നും ബി വഴി സി വഴി ഡിയിലെത്തി എയിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കാനുള്ളത് വസ്തു ഓരോ ഇടവേള, അപ്പൊ ഇടവേളകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ഇടവേള AB, രണ്ടാമത്തെ ഇടവേള BC, മൂന്നാമത്തെ ഇടവേള CD, നാലാമത്തെ ഇടവേള BA. അപ്പൊ ഈ ഇടവേളകളിലെല്ലാം വസ്തു സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. അതാണ് ഒന്നാമത്തെ ചോദ്യം.
രണ്ടാമത്തെ ചോദ്യം വസ്തു ആകെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. വസ്തു ആകെ സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് പറയുന്നത് ഈ ഇടവേളകളിലെ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കുക. സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ചെയ്യുക? കണക്കാക്കുക. ഈ ഇടവേളകളിലെ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള എക്സസൈസ്. അപ്പൊ നോക്കുമ്പോൾ എ ടു ബി എത്രയുണ്ട്? 40 മീറ്റർ, ബി ടു സി 20 മീറ്റർ, സി ടു ഡി 40 മീറ്റർ, ഡി ടു എ 20 മീറ്റർ, എ ടു സി വരെയുള്ള ഡിസ്റ്റൻസ് 50 മീറ്റർ. അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. ഇത് കൃത്യമായിട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് സ്ഥാനാന്തരവും ദൂരവും അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസും ആയിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി.